ഹായ് നമസ്കാരം ഫാസിലാണ്. നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്യുമ്പോൾ ചെറിയ തോതിലൊക്കെ കൃഷി ചെയ്യുന്നവർ ഇപ്പോൾ ചിലർക്ക് എല്ലാവർക്കും വളങ്ങൾ തൊട്ടടുത്തുള്ള വളക്കടയിൽ നിന്നൊന്നും വാങ്ങാൻ വേണ്ടി പറ്റണമെന്നില്ല. കാരണം വളക്കടയൊക്കെ ചിലപ്പോൾ ടൗണിൽ പോകേണ്ടി വരും. അപ്പോൾ കൂടുതലായിട്ട് ഈ ബുദ്ധിമുട്ട് നേരിടുന്നത് വീട്ടമ്മമാരാണ് കേട്ടോ. അപ്പോൾ അവരിൽ പലരും ചെയ്യുന്നത് എന്താ വെച്ചാൽ ഓൺലൈനായിട്ട് വളങ്ങൾ വാങ്ങാം. അപ്പോൾ ഈ ഓൺലൈനായിട്ട് നമ്മൾ വളങ്ങൾ വാങ്ങുമ്പോൾ രണ്ട് മൂന്ന് നഷ്ടങ്ങൾ നമുക്ക് വരാനുണ്ട്. ഒന്നാമത്തെ ഒരു നഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓവറായിട്ട് ക്വാണ്ടിറ്റി ചില വളങ്ങൾ വാങ്ങേണ്ടി വരും. ഇപ്പോൾ മൈക്രോ ന്യൂട്രിയൻസ്, സൂഡോമോണസ്, NPK വളങ്ങൾ ഇങ്ങനത്തെ ചെറിയ തോതിൽ കൃഷി ചെയ്യുന്നവർക്കൊക്കെ ഓവറായിട്ട് വാങ്ങേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങുമ്പോൾ 1 കിലോന്റെ പാക്കറ്റ് ഒക്കെ വാങ്ങേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു നഷ്ടം വരാനുണ്ട്. കാരണം സൂഡോമോണസ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് മാക്സിമം പോയി 6 മാസം വരെ എക്സ്പയറി ഡേറ്റ് ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ ഗുണം നമുക്ക് കിട്ടണം എന്നില്ല, നഷ്ടങ്ങൾ വരാൻ ചാൻസ് കൂടുതലാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് നമ്മൾ വില കൊടുക്കേണ്ടി വരും. കാരണം ഇപ്പോൾ മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ നമ്മൾ വളക്കടയിൽ പോയി വാങ്ങാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 150 റുപ്യ, 160 റുപ്യ ആ ഒരു റേറ്റേ വരുള്ളൂ. പക്ഷെ നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കമ്പനി തന്നെ കിട്ടണം എന്നില്ല. പക്ഷെ കൂടുതലായിട്ട് വില നമ്മൾ നൽകേണ്ടി വരും. അത് 260, 360 ഒക്കെ കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ ഓഫറിലും കിട്ടും കേട്ടോ. പിന്നെ മൂന്നാമതായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കമ്പനി ഇപ്പോൾ മൈക്രോ ന്യൂട്രിയൻസ് ആണെന്നുണ്ട്, നമ്മളൊരു കമ്പനീൻ്റെ വളമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്, അത് തന്നെ നമുക്ക് ഓൺലൈനിൽ കിട്ടണം എന്നില്ല. കാരണം വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ കറക്റ്റ് കിട്ടണം എന്നില്ല. പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ വാങ്ങുകയെന്നുണ്ടെങ്കിലും അതിൻ്റെ കറക്റ്റ് കണ്ടന്റ്, ഇപ്പോൾ നമ്മൾ ചെടിക്ക് മൈക്രോ ന്യൂട്രിയൻസിൽ ഇന്ന കണ്ടന്റ് ആണ് വേണ്ടത് എന്നുള്ള ഒരു ഇത് നമുക്ക് വളക്കടയിൽ പോയി കഴിഞ്ഞാൽ ആ പാക്കറ്റിൻ്റെ ബാക്കിൽ നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും. പക്ഷെ ഓൺലൈൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ നോക്കിയിട്ട് വാങ്ങുകയെന്നുണ്ടെങ്കിൽ ഓക്കെ, പക്ഷെ കറക്റ്റായിട്ട് നമ്മൾ ഉദ്ദേശിച്ച കണ്ടന്റ് അതിൽ കിട്ടണം എന്നുമില്ല കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ജൈവ വളങ്ങളും ഓൺലൈനായിട്ട് വാങ്ങുന്നതിൽ കറക്റ്റ് ഗുണം കിട്ടണം എന്നില്ല. ഇപ്പോൾ ജൈവ വളങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂട്യൂബിൽ തന്നെ അടിച്ചു നോക്കിയാൽ മതി. ജൈവ വളം എന്ന് അടിച്ചാൽ നമ്മുടെ കേരളത്തിൽ തന്നെ ഓർഗാനിക് ആയിട്ടുള്ള വളം ഉണ്ടാക്കി നമ്മളെ കൊറിയർ സർവീസ് ആയിട്ട് അയച്ചു കൊടുക്കുന്ന ഒരുപാട് ടീമുണ്ട്. യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും. അതേപോലെ തന്നെ കഴിയുന്നതും നമ്മൾ ഇപ്പോൾ ടൗണിലെപ്പോഴും മാസത്തിൽ ഒരു തവണ ഒക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യമായിട്ടുള്ള വളങ്ങൾ, ഇപ്പോൾ NPK വളങ്ങളാണ്, 19 ആണെന്നുണ്ടെങ്കിലും മൈക്രോ ന്യൂട്രിയൻസ് ആണെന്നുണ്ടെങ്കിലും സൂഡോമോണസ് അങ്ങനത്തെ നമ്മൾ വാങ്ങി വെക്കുക. അതും കൂടുതലായിട്ട് വാങ്ങണ്ട, കുറേശ്ശെ വാങ്ങിയാൽ മതി. ചെറിയ പാക്കറ്റുകൾ കിട്ടും, അല്ലെങ്കിൽ ചില വളക്കടയിൽ ലൂസായിട്ടും കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ വാങ്ങി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി അതിനൊന്നും തീരെ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് തന്നെ പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അതിൽ ഏതൊക്കെ കണ്ടന്റ് ഉണ്ട്, ആ കണ്ടന്റ് ഒക്കെ എത്ര ശതമാനമാണ് നമ്മൾ ചെടിക്ക് അത് ആവശ്യമുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ.